PM ശ്രീയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രതിഷേധത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. PM ശ്രീക്കെതിരെ പ്രമേയം പാസാക്കിയിരിക്കുന്നു യൂത്ത് ലീഗ് വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി. ഫെഡറൽ തത്വങ്ങൾ ദുർബലപ്പെടുത്തുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ജനവിധിയാണ് തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ചതെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, യൂത്ത് ലീഗ് വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ ഈ പ്രമേയം അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതുണ്ട്. കാരണം നിലവിൽ PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും അടക്കമുള്ള മന്ത്രിമാർ തന്നെ PM ശ്രീയുമായി മുന്നോട്ട് പോകാം, അതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് യൂത്ത് ലീഗിന്റെ ഒരു മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രമേയം അതേ പദ്ധതിക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് വിവരങ്ങൾ? പ്രജൻ അസിത, ഭരണതലത്തിലിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് PM ശ്രീയിൽ നിലപാട് വ്യക്തമാക്കുന്നതിന് അണികളുടെ വികാരം എന്താണെങ്കിലും അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതി പക്ഷേ യൂത്ത് ലീഗിന് ഇല്ല. അതുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രമേയം പാസ്സാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. യൂത്ത് ലീഗിന്റെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്ത ഫെഡറൽ തത്വങ്ങൾ ദുർബലപ്പെടുത്തുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുത് എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാൻഡേറ്റ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് കേരളത്തിലെ ജനങ്ങൾ നൽകിയതെന്നും രാജ്യത്ത് മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറണമെന്നും കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ബാധ്യതയാണ് എന്നുകൂടി ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. ശക്തമായി യൂത്ത് ലീഗ് ഇതിനെ എതിർക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തന്നെ സമാനമായ രീതിയിലുള്ള ഒരു പരിപാടി യൂത്ത് ലീഗ് തന്നെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അണികളുടെയും നിലപാട് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഭരണതലത്തിൽ ഇരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് മന്ത്രിമാർക്കടക്കം സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനൊപ്പം നിലനിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബാധ്യതയില്ല, അങ്ങനെ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിലില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായി PM ശ്രീ പദ്ധതിക്കെതിരെ പ്രതിഷേധവും അടക്കം തന്നെ അമർഷവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പ്രജിൻ അസിത. ശരി, എന്തായാലും ശ്രദ്ധേയമാണ് യൂത്ത് ലീഗ് പാസ്സാക്കിയിരിക്കുന്ന ഈ പ്രമേയം. മുസ്ലിം ലീഗിലെ മന്ത്രിമാരെല്ലാം തന്നെ ഒരു പദ്ധതിയെ പിന്തുണയ്ക്കുമ്പോഴാണ് ഇത്തരത്തിൽ അതിനെ എതിർത്തുകൊണ്ട് വളരെ ശക്തമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ പ്രമേയം എന്നുള്ളതും ശ്രദ്ധേയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.